ഒരു മിനിറ്റ്, എല്ലാവരും ഇവിടെ കമോൺ. സാധാരണ നമ്മൾ മാങ്ങയും മീനും വെക്കാറില്ലേ? ഇത് സാധാരണക്കാരൻ്റെ നെയ്മീനായ മത്തിയും നല്ല പുളിയുള്ള മാങ്ങയും. അടിപൊളി റെസിപ്പിയാണ്. കണ്ടു നോക്കിക്കോ, നഷ്ടം വരില്ല. കടയിൽ ചെന്നപ്പോൾ വലിയ മത്തിക്ക് 240 രൂപയും ചെറുതിന് 100 രൂപയുമാണ്. ഞാൻ ചെറുതാ മേടിച്ചത്. പൈസ നോക്കിയിട്ടല്ല, ചെറുതിനാണ് രുചി എന്ന് പറയുന്നു. മാങ്ങ ചെറിയ കഷണങ്ങളാക്കി നുറുക്കി മാറ്റിവെക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. കാര്യം ഇതിന് നിറം ചുവപ്പാണെങ്കിലും ഇത് വാടിച്ച് നമ്മൾ ചുവപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി മുള വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. സാരമില്ല, മുള നല്ലതാണ്. അടുത്തതായിട്ട് ഇഞ്ചിയും അരിഞ്ഞെടുക്കാം. ഭാഗ്യം ഇഞ്ചി നല്ല ഫ്രഷാ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും മാങ്ങയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഉപ്പിന്റെ കാര്യം പറയാൻ മറന്നുപോയി, കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. ഈ വീഡിയോ നിങ്ങളുടെ 13 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു ആഗ്രഹം സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം സാധിക്കും, വ്യൂസ് കൂടുതൽ കിട്ടും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തിള വന്നു കഴിയുമ്പോൾ ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കുളിച്ച് സമ്പൂജ്യരായി കിടക്കുന്ന മത്തിക്കുട്ടന്മാരെ നമുക്ക് ഇതിലേക്ക് ആനയിക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും താളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്തൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി ചോറിന്റെ സൈഡിലേക്ക് ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ, എൻ്റെ പൊന്ന് സാറേ, ആഹാ അന്തസ്. നാവിലെ രുചിമുകുളങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കും. ദേ സംഭവം അടിപൊളിയാട്ടോ.